കൊട്ടി തീരാതും മുല്ലയിരവകൾ പത്തിയെറിയാതും. മുസ്തഫ, നമ്മൾ ആകെ ഇത് എന്താ, ഇത് എവിടുന്നാ ഇത് ഇങ്ങനെ ഈ സൗണ്ട് വരുന്നതെന്നൊക്കെ ഒരു നേരം ചിന്തിച്ചു പോയി. ഫീമെയിൽ സിംഗർ പോലെ പാടാം എന്ന് ശരിക്കും എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്? മെയിൻ തിങ് ഇസ്, അതായത് ഞാനൊരു പാട്ട് പഠിക്കാത്ത വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രൊഫഷണലി പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല. അയ്യോ, പാടുമ്പോ തോന്നൂല. പക്ഷെ ജ്വലിച്ച സൂര്യൻ പറന്ന സ്വർഗം മനസ്സിനുള്ളിൽ വരച്ചു ഞാൻ. ശരിക്കും റീച്ചിന് വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിച്ചാ, ഇങ്ങനൊരു പാട്ടുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മരിച്ചു പോണതിൻ്റെ മുന്നേ ഇവിടെ കാണിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ നടന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാൻ. കാലേ കനവീണിൽ കാതൽ കൊണ്ടേ കൺവീഴ്ത്തേനവൻ കാണവില്ലേ, എന്നോട് ഉന്നെ ഒன்றாக்கும் വരെ என்ன செய்தும் வழி தீரவில்லை. மலர்கள் பேசுமா പേസിലോയുമാ അൻപേ മലരേ. ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഈ AI എന്ന് പറഞ്ഞിട്ടാണ്. AI-ന്റെ വേർഷൻ ആണോ നിങ്ങൾ, അല്ലേ? അതായത് തൊണ്ടയിലിരിക്കുന്ന സൈനോർ ചേച്ചിനെ ഇറക്കി വിടടാ കമന്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. മൈ മൈ മയ്യ ഓ ഓ ഓ ഓ മൈ മൈ മയ്യ മയ്യ മയ്യ. ഹലോ ഹലോ, ഇതാരാ? 2-3 ദിവസമായിട്ട് എൻ്റെ ഫോണിലോട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആരാണോന്ന് ചോദിക്കുന്നത്? അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാരായിട്ട് നിനക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. മാരീഡാ? പിന്നെ മാരീഡ് ആവേണ്ട ഹസ്ബൻഡ് ഉണ്ടാവുമോ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മെയിൽ സിംഗറാണ്. പക്ഷേ ഇദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ഫീമെയിൽ സിംഗർ പോലെ പാടും. അതായത് ഫീമെയിലിൻ്റെ സൗണ്ടിൽ നന്നായിട്ട് പാടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അസാധ്യ കലാകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. മുസ്തഫ, ഹായ്. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. താങ്ക് യു സോ മച്ച്. മുസ്തഫേനെ നമ്മൾ ഇപ്പൊ കാണുന്നത്, അതായത് ഞാനൊക്കെ ഇങ്ങനെ എന്ന് ചിന്തിച്ചു പോയ ഒരു പാട്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ കാണിക്കാം. അപ്പൊ ഒരുപാട് ആളുകൾക്ക് മുസ്തഫേനെ മനസ്സിലാക്കാൻ പറ്റും. ആ ഫസ്റ്റ് സോങ് ഞാൻ കാണിക്കട്ടെ? ഓക്കെ. ഓക്കെ മുസ്തഫ, നമ്മൾ ആകെ ഇത് എന്താ, ഇത് എവിടുന്നാ ഇത് ഇങ്ങനെ ഈ സൗണ്ട് വരുന്നതെന്നൊക്കെ ഒരു നേരം ചിന്തിച്ചു പോയി. നമുക്ക് ലൈവായിട്ട് ഈ പാട്ട് തന്നെ കേൾക്കാം. ഓ ജനുവരി അല്ലേ? ഓക്കെ, റെഡി? ഓക്കെ. Eu conheci a sensação, eu não processei. Senza pressione, eu não canto, triste stendendo. La hey, adiye. സ്നേഹത്തിൻ ന്യൂ ഇയർ la hey, വിരഹം എന്നിൽ നിറഞ്ഞതല്ലേ എന്നാലും ജ്വലിച്ച സൂര്യൻ പറന്ന സ്വർഗം മനസ്സിനുള്ളിൽ വരച്ചു ഞാൻ. കനത്ത നോവിൻ ക്ഷയിച്ചൊരീണം നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ. അകങ്ങളിൽ ദളങ്ങളിൽ നിറഞ്ഞു കാണാൻ ഒരുങ്ങി ഞാൻ. എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ. റബുസമായി ഫികാരജായി ഫി അയ്യ ഇഹയ്യ അരൽ ഹയാത്തി ആതികലെ മഹദാസർ പോയി അർജുഗലാഫി നബിദിലായി ഉജബറേൻ ഹസ്തബറോ ഫിദുസ്തലസ്തസ്റ്റ് ഫാലസോൺ എൻ കുന്തേ യഹുസസേ ഹോമോ ഹസ്തസ്റ്റൻസ് ചൂ. ജനു
ലാ ഹേ ലാ ഹേ ഒഴുകി നിന്നോർമയിലെ ലാ ഹേ ലാ ഹേ എന്നരികിൽ എന്നും മറഞ്ഞതല്ലേ നീ എങ്ങോ തൊടിച്ചിടും നിൻ കറുത്ത കണ്ണിൽ തിളക്കമെല്ലാം തിരഞ്ഞു ഞാൻ എനിക്ക് നിന്റെ മിഴിച്ചിരാതിൽ നിറഞ്ഞ പ്രകാശവരമ്പു നീ ആനന്ദമാമനാദിയാം നിരത്തിലൂടെ അലഞ്ഞു ഞാൻ ഒന്നാകാൻ എന്നിലെ എല്ലാം നിന്നിൽ തേടി ഞാൻ റബോസമായി ഫികാരജായി ഫി അയ്യ ഇഹയ്യ അറൽ ഹയാത്തി ആത്തിക്കലൈ മഹസാഫറ പോയി അർസുഖലാഫി നബീദിലായി ഉജെ മറൈൻ ഹസ്തബറോ വെദസ്തലസ് ടെസ്റ്റിഫാലസോൺ encontré ojos así como existentes tú. സൂപ്പർ. Thank you so much. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? അടിപൊളി. Thank you. ശരിക്കും Thank you so much. ഭയങ്കര രസമുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാട്ട് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ആൺകുട്ടി ഇങ്ങനെ പാടുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ശരിക്കും ഈ പാട്ട് പാടിയതിനു ശേഷമാണ് ഈ മുസ്തഫ ഇത്രമാത്രം വൈറലാവുന്നത്. ശരിയല്ലേ? എങ്ങനെയാണ് ഈ പാട്ട് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്? എങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു പാട്ട്? അത് ആക്ച്വലി ഞാൻ ഈ പാട്ട് ചൂസ് ചെയ്ത് പാടാന്ന് വിചാരിച്ച് പാടിയ പാട്ട് പോലെയല്ല. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായൊരു കയറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഇടുന്ന ഒരാളാണ് ആൻഡ് ചെറുപ്പം തൊട്ട് പ്രോഗ്രാംസും ചെയ്യുന്ന ആളാണ്. ഈ പാട്ട് ഞാൻ ആക്ച്വലി ചെറുപ്പം തൊട്ടിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു പാട്ടാണ്. പക്ഷെ അന്നൊന്നും ആരും ഞാൻ അത് പാടുമ്പോൾ എന്നോട് ആക്ച്വലി ആ പാട്ട് പാടണ്ട, അതൊരു ഫീമെയിൽ സോങ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക് അടിച്ചിരുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് ഈവൻ ഞാൻ ഒരാൾ, അതായത് എൻ്റെ കൂടെ പാടാനുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണ്, അതായത് ഇവനിത് എന്തേ പാടണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ആ പാട്ടാണ് ഇപ്പോൾ പിന്നെ ഇവിടെ കൊടുന്ന് ഇരുത്തിയെന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്കത് വലിയ കാര്യമൊക്കെ. പക്ഷെ ആക്ച്വലി ഈ പാട്ടായിരുന്നില്ല വൈറലാവാൻ ഉണ്ടായൊരു മെയിൻ കാരണം. ഞാൻ തഗ് ലൈഫിലത്തെ മുത്തമഴ എന്ന് പറയുന്ന പാട്ട് ഞാൻ ചിന്മയിൻ്റെ ആ പാട്ട് ഞാൻ ആ വോയിസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അത് ഇട്ട് നോക്കിയപ്പോൾ ആരും കണ്ടില്ല. അതൊരു 6000 5000 ആ ഒരു റേഞ്ചിൽ മാത്രം നിന്നോളൂ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ടു. അത്യാവശ്യം അതായത് രാത്രി ഒരു 11 മണി തൊട്ടിട്ട് പിറ്റേ ദിവസം പുലർച്ചെ 5:30 വരെ ഞാൻ കഷ്ടപ്പെട്ട് നിന്നിട്ട് റെക്കോർഡ് ചെയ്ത സാധനമാണ്. കാരണം അത് എക്സാക്റ്റ് നോട്ടുകൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഷ്ടപ്പെട്ട് കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്തു, അതൊരു 4 കട്ടായിട്ട് പാർട്ടായിട്ട് ഇട്ടു. അപ്പോൾ അത് കുറച്ച് തുടങ്ങി. അതിൻ്റെ മുന്നേ ഞാൻ ഇട്ടതാണ് ആക്ച്വലി ഈ ജനുവരി ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് പാടുന്ന വീഡിയോ. ഇപ്പം നിങ്ങൾ കാണിച്ച വീഡിയോ, ഞാൻ ആ സ്റ്റേജിലിട്ട വീഡിയോ വൈറലായതിനു ശേഷം അതിൻ്റെ ഫുൾ സോങ് ഇടുമെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഞാൻ അത് 2 പാർട്ടായിട്ട് ഇട്ടെടുത്ത് ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വഴി അല്ലേ? ശരിക്കും നമ്മുടെ തഗ് ലൈഫിലെ നമ്മുടെ ചിന്മയുടെ സോങ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മൾ വഴിയെ പാടിപ്പിക്കാതെ നമ്മൾ ഇവിടുന്ന് വിടേയില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വിശേഷങ്ങളിലൂടെ പോയതിനു ശേഷം പാടിപ്പിക്കാം അല്ലേ? ശരിക്കും ഈ ഫീമെയിൽ സൗണ്ട് എടുക്കാം അല്ലെങ്കിൽ ഫീമെയിൽ സിംഗർ പോലെ പാടാം എന്ന് ശരിക്കും എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്? മെയിൻ തിങ് ഈസ്, അതായത് ഞാനൊരു പാട്ട് പഠിക്കാത്ത വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രൊഫഷണലി പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല. അയ്യോ, പാടുമ്പോ തോന്നൂല. പക്ഷേ താങ്ക്സ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ജോണർ ഓഫ് സോങ്സും ട്രൈ ചെയ്യണം, വേഴ്സറ്റാലിറ്റി എങ്ങനെയും ഉണ്ടാക്കിയെടുക്കണം എന്നൊരു പൂതി ഉണ്ടായിരുന്നു. അത് ഞാൻ ആയില്ലെന്ന് പോലും എനിക്കറിയില്ല. ആൾക്കാർ ഓരോരുത്തർ പറയുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് സ്വയം വിലയിരുത്തിനേക്കാളും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഞാൻ മെയിൽ സോങ്സ് മാത്രമല്ലാണ്ട് ഫീമെയിൽ സോങ്സും പാടി നോക്കിക്കൂടെ. എന്നാൽ ആദ്യം ഞാൻ ഫീമെയിൽ ടോണിൻ്റെ കാര്യം ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫീമെയിൽ സോങ്സ് മാത്രമേ പാടിയിരുന്നു. പിന്നെ ഞാനിങ്ങനെ പതുക്കെ എനിക്ക് മാക്സിമം ഹൈ പോകുന്നൊരു രീതിയിൽ പാടി നോക്കി. അപ്പോൾ ആ മാക്സിമം ഹൈ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി, എടാ അതൊരു ഫീമെയിൽ ടോൺ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് ആണ്. ശരിക്കും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് കൊള്ളാം. അങ്ങനെ ഞാൻ ആദ്യം മലരെ മൗനമ പാട്ട് വെറുതെ ട്രൈ ചെയ്തു. അത് മറ്റേ മലർക്കൽ പേസ്മ ഭാഗത്ത് ഉള്ളൊരു മൈൽഡ് വോയിസ് ഉണ്ട്, അത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ആണ് ആദ്യം ട്രൈ ചെയ്തത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കി. മെയിലും ഫീമെയിലും പാടി നോക്കാം, ഡ്യൂട്ടി ചെയ്ത് നോക്കാന്ന് വെച്ചാൽ കുറച്ച് പാട്ടുകൾ എടുത്തിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതാണ് ആക്ച്വലി അങ്ങനെയാണ് സംഭവിച്ചത്. ശരിക്കും റീച്ചിന് വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ, റീച്ച് വളരെ സത്യസന്ധമായിട്ട് പറയുന്നത് റീച്ച് ആഗ്രഹിക്കുന്ന ഒരുത്തൻ തന്നെയാണ് ഞാൻ. എല്ലാവരും ഇപ്പൊ ഫെയിം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഫെയിമിന്റെ കാര്യമല്ല, ഇങ്ങനൊരു പാട്ടുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മരിച്ചു പോണതിൻ്റെ മുന്നേ ഇവിടെ കാണിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ നടന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ചെറുപ്പം തൊട്ട് പാടാൻ തുടങ്ങിയതാ. അതിലൊരു 4ാം ക്ലാസ് തൊട്ടിട്ടാണ് ഞാൻ സ്റ്റേജ് ഷോസ് ചെയ്തു തുടങ്ങി.
അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള ഈ ഒരു ജേണലിൽ അധികം പുറത്തോട്ട് എനിക്ക് എക്സ്പോഷർ കിട്ടിയിട്ടില്ല. കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ പഠിച്ചു. ഐ മീൻ എൻ്റെ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ കോഴ്സുകൾ പഠിച്ചു. പക്ഷെ എനിക്കതൊന്നും ഞാൻ സക്സസ്ഫുള്ളി എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ആണ്, പക്ഷെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലേ. കാരണം എനിക്ക് വേണ്ടിയത് മ്യൂസിക് പഠിച്ചു പോകണം എന്നുള്ളതായിരുന്നു. എനിക്ക് ഡിഗ്രി ഇൻ മ്യൂസിക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് മാഷായിട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ പോകണമെന്നുണ്ടായിരുന്നു. അത് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റിൻ്റെ എൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ എല്ലാം ഞാനിവിടെ കൊച്ചിയിൽ 8 കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ. അത് ആക്ച്വലി ഞാൻ പഠിക്കാനും കൂടെ വന്നതാണ്, CMA പഠിക്കാനും കൂടെ ആയിട്ട് വന്നിരുന്നു. പക്ഷെ എൻ്റെ ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എത്തിപ്പെടാ, എനിക്കിപ്പോൾ പ്ലേ ബാക്കിലോട്ട് എങ്ങനെയും എത്തണം എന്നുള്ള അവസ്ഥയിൽ ഞാൻ നോക്കിയാണ്. പക്ഷെ ആയില്ല. 8 കൊല്ലം വളരെ നല്ല ഫ്ലോപ്പായിരുന്നു. 8ാമത്തെ കൊല്ലത്തിൻ്റെ സമയത്താണ് ഞാൻ ഇവിടെ ഒരു ഗ്യാങ്ങിനെ പരിചയപ്പെടുന്നത്. അതായത് നമ്മളിവിടെ കാക്കനാട് താഴ്വാരം എന്ന് പറഞ്ഞ സ്പോട്ടുണ്ട്. അവിടെ ജാം ചെയ്യാൻ ഒരുപാട് മ്യൂസീഷ്യൻസ് വരും. അപ്പോൾ അതെനിക്കറിയില്ല, അതിൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ നിനക്കൊന്ന് അവിടെ ജസ്റ്റ് പോയിക്കൂടെ അവരെ കൂടെ കൊടുക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട്, ഇത് ഞാൻ പറയാനുള്ള റീസൺ അവിടെ നിന്നാണ് ഞാൻ ഇനി പാട്ട് നിർത്തുന്നില്ല ഞാൻ കംപ്ലീറ്റ് ഉറപ്പിക്കണേ. അവിടെ പോയി അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ആൻഡ് ഇതിൻ്റെ കൂടെ ഈ ഒരു സന്തോഷം കൂടി ആയിട്ട് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ മുസ്തഫ ലൈവ് എന്ന് പറയുന്ന ഒരു ബാൻഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. അതിനുള്ള എനിക്ക് എൻ്റെ കൂടെയുള്ള 3 പില്ലറിനെ കിട്ടിയതും അവിടെ നിന്നാണ്. എൻ്റെ പേഴ്സണൽ ഗിറ്റാറിസ്റ്റ് അലോക്, അതുപോലെ തന്നെ ജെറി കീബോർഡിസ്റ്റാണ്, ക്യാഹോൺ ചെയ്യുന്ന പ്രണവ്. ഇവരെ 3 ആളും കൂട്ടിയിട്ട് ഞങ്ങൾ 4 ആൾ മാത്രമുള്ള ഒരു ബാൻഡ് കൊണ്ടുവയ്ക്കണം. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് എനിക്ക് നല്ല ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്യാവശ്യം എല്ലാവരും വിളിച്ചുകൊണ്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് നടത്താനുള്ള, പക്ഷേ പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടായത് അവിടെ നിന്നാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും കുറച്ചധികം വീട്ടിലത്തെ അവസ്ഥ മോശമാണ്. അപ്പോൾ അതെല്ലാം പരിഗണിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോവാം എന്ന് വിചാരിച്ചു പുറത്തേക്ക്. അപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്തു. എല്ലാം ഇതായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇതിൻ്റെ ഒക്കെ മുന്നേ ഇവിടെ ഓൾറെഡി ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് നിന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടും അവരാണ് എന്നെ നിൽക്കേ ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാൻ, ഇത്രയും നീ വെയിറ്റ് ചെയ്തില്ലേ, ഒന്നും കൂടെ ശ്രമിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ VB എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ ഉണ്ട്, അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടോട്ട് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. അതിന് ശേഷമാണ് ആക്ച്വലി എൻ്റെ മൊത്തം ടോട്ടൽ മൈൻഡ് മാറിയത്. അവിടെ പോയതിന് ശേഷം അവിടെ നിന്ന് ഒരുപാട് ഫിലിം ബേസ്ഡ് ആൾക്കാരെ പരിചയപ്പെടുന്നു. അവിടുത്തെ ഭയങ്കര ക്വാളിറ്റി ഓഡിയൻസ് ആണ് അവിടുത്തെ, നോർമൽ ഒരു റഷ് ഓഡിയൻസ് അല്ല. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടാൻ തുടങ്ങി. എനിക്ക് എന്നോട് തന്നെ സ്വയം ഞാൻ പറയാൻ തുടങ്ങി, വേണ്ട എങ്ങനെയും പിടിച്ച് നിൽക്കാൻ നോക്ക്. അങ്ങനെ ഞാൻ വീണ്ടും നിന്നിട്ട് ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും എനിക്ക് വലിയ താല്പര്യത്തിലൊന്നും അല്ലേന്ന് ഞാൻ പോയത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊത്തത്തിൽ ഇപ്പം ഞാനൊരു കംപ്ലീറ്റ് മ്യൂസീഷ്യനാണ്. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പോകാൻ വേണ്ടി ഇരുന്നു. ഈ പറഞ്ഞ കണക്ക് പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോകാൻ റെഡിയായി കഴിഞ്ഞിട്ട് മുന്നെയാണ് എൻ്റെ ഫ്രണ്ട്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് അവൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ്. അവനൊരു സ്റ്റുഡിയോ ഓൾറെഡി ഉണ്ട്, നമ്മുടെ മലപ്പുറത്ത് ഉണ്ട്. അതിൻ്റെ 2nd ബ്രാഞ്ച് തുടങ്ങാൻ അവനൊരു ആഗ്രഹം. അപ്പോൾ അവനത് എന്നോട് വിളിച്ചു പറഞ്ഞു, നീ എവിടെയും പോകണ്ട, നീ മറ്റേ എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ 2nd ബ്രാഞ്ചിൽ അതിന് കംപ്ലീറ്റ് ഇൻചാർജ് എടുത്തിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും നോക്കിയില്ല, നേരെ അത് സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ആ വർക്കാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് മുത്തുമഴை, അത് ഭയങ്കര വൈറലാണ് ഇപ്പോൾ. ആ സോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരുടെയും ഇപ്പോഴത്തെ എല്ലാ പ്ലേലിസ്റ്റും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് അത്. അപ്പൊ നമുക്ക് നമ്മുടെ മുസ്തഫയുടെ വായന്ന് കൂടി അത് കേൾക്കാം. അതായത് നമ്മുടെ ഏകദേശം അല്ലെ ആ ഒരു വോയിസ്, നിങ്ങൾ ഇപ്പൊ ചിന്മയി ഒക്കെ പോലത്തുള്ളവരുടെ വോയിസ് ആണ് എനിക്ക് ആ ഒരു വോയിസ് പോലെ ഏകദേശം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ആ വീഡിയോ കേൾക്കാം നമുക്ക്. മുത്തമഴ ഇങ്ങ കൊട്ടി തീരാതും മുല്ലയിരവകൾ. അടിപൊളി. ഇത് ശരിക്കും എങ്ങനെയാ ഇങ്ങനെ ഈ 2 വോയിസിൽ ഇങ്ങനെ നിങ്ങൾ ഈ പാടുന്നത്? അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇതിലിപ്പോൾ ആ ഒരു പോർഷൻ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മെയിൽ സിംഗറിൻ്റെ കാര്യം കേട്ടോ. അതായത് മറ്റേ ആ സാധനം ആ പിച്ചിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതായിരുന്നു എനിക്ക് ഈ പാട്ട് കാണുമ്പോഴുള്ള ഒരു മറ്റേത്. പിന്നെ ഒരു ഹൈ വരുന്നത് മുത്തുമഴയാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു ഫീമെയിലിന്റെ ആ ഒരു ഫീൽ കൊടുത്തിട്ട് പാടി നോക്കിയതാണ്. ഓക്കെ, അടിപൊളി. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പാടുമ്പോൾ ഈ ത്രോട്ടിന് ഭയങ്കര ബുദ്ധിമുട്ട് വരുമോ?
അത് 2 വോയിസ് എടുത്ത് ചെയ്യുമ്പോൾ പിച്ചൊക്കെ പാടുമ്പോൾ ശരിക്കും എന്താ നിങ്ങൾക്ക് എങ്ങനെയാ? അത് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഒന്നാമത് നമ്മൾ ഒറിജിനൽ വോക്കലിലല്ല പാടണേ, അത് മോഡുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്രയും ഹൈ നോട്ടിലോട്ടോ പാടണേ. അപ്പം അതിനനുസരിച്ചിട്ട് സ്ക്രാച്ച് വീഴും. ആക്ച്വലി ഞാനൊരു 6 മാസത്തോളം എൻ്റെ ശബ്ദം പോയിട്ടിരുന്നാണ്. എന്നോട് ഡോക്ടറിന് പാടാൻ പറ്റുന്നുണ്ടാവില്ല, എനിക്ക് ഈവൻ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കണേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൈക്ക് ഉണ്ടായിരുന്നില്ല, നോർമൽ, അതായത് ഔട്ട്സൈഡ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അത് മഞ്ഞും എനിക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുള്ളൂന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് നോർമൽ സൗണ്ട്, പക്ഷെ ആൾ കൂടുന്നതനുസരിച്ച് എനിക്ക് എൻ്റെ വോക്കലിൻ്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുക കൂടുതൽ കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ ത്രോട്ട് ഇടങ്ങേറാക്കി പാടിയിട്ട് അത് സ്ട്രെസ് ചെയ്ത് പാടിയ കാരണം സ്ക്രാച്ച് വീണു തൊണ്ടയിൽ. എനിക്ക് പാടാൻ പറ്റുന്നില്ല. പല ഡോക്ടേഴ്സിനും മാറാൻ കണ്ടു. ലാസ്റ്റ് കണ്ട ഡോക്ടർ അത് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടൊരു മരുന്ന് തന്നു. അത് 6 മാസത്തോളം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മിണ്ടാണ്ട് എനിക്ക് പാട്ട് പാടാൻ പറ്റില്ലായിരുന്നു. കേൾക്കുക പഠിക്കുക എന്നൊരു സാധനം മാത്രം പ്രോസസ് ചെയ്ത് നിന്നിട്ട് അതിനുശേഷം വീണ്ടും ഇപ്പം നിങ്ങൾ കേൾക്കുന്നതിൻ്റെ ശബ്ദം അതല്ല എൻ്റെ ശരിക്കുള്ള ശബ്ദം. ഇതിനേക്കാൾ നല്ലൊരു ശബ്ദം എനിക്ക് പഠിച്ചോ തന്നിട്ടുണ്ടായിരുന്നു. അത് പോയി എന്ന് പറയില്ല, പോയനെ ഞാൻ ഇപ്പോൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കണം. ശരിക്കും ഇപ്പൊ നമ്മൾ ഒരു ഫീമെയിൽ സൗണ്ടിൽ പാടുമ്പോൾ ഫസ്റ്റ് ഈ ഫാമിലി റിയാക്ഷനൊക്കെ എന്തായിരുന്നു? ആർക്കാ ഫസ്റ്റ് പാടിക്കൊടുത്തേ? അതാണ് പറഞ്ഞത്, ഇത് എൻ്റെ സ്വന്തം ചട്ടക്കൂടിനുള്ളിൽ കൊണ്ട് നിന്നിട്ട് ഞാൻ ചെയ്ത സാധനം. കാരണം അറിയാലോ, ഇങ്ങനെ ഫീമെയിൽ മെയിൽ പാടുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തോളൊന്നുമില്ല. പക്ഷേ കേൾക്കുന്നവർക്ക് അത് ഒരു അത്ഭുതം ആയിരിക്കുക എന്നുള്ളൊരു ഇത് തോന്നിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഇപ്പോൾ എനിക്ക് ഞാൻ പാടുന്നത് എക്സാക്റ്റ് ഒരു ഫീമെയിൽ ടോൺ തന്നെയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ 2 പാട്ട് ഇതായിട്ട് അതിനെനിക്ക് വരുന്ന കമൻസ് എല്ലാം കാണുമ്പോഴാണ് എനിക്ക് അതിൽ സന്തോഷമാണ്. കാരണം ഇപ്പോൾ സൈനോർ ചേച്ചീൻ്റെ അതുപോലെ തോന്നുന്നു, അതുപോലെ ചിന്മയിൻ്റെ, മീൻസ് ഇത് കോമഡിയാണ് ഇപ്പം ഞാൻ പറയണത്. അതായത് 2 പാട്ടിൻ്റെ കമൻസിലും വന്ന ഓരോ കമൻറ്റുകൾ, ഒന്ന് ചിന്മയൻ എന്നും മറ്റേത് സൈനോരൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് വായിച്ചിട്ട് ചിരിക്കുന്നത്. പക്ഷേ അത് ഞാൻ കോംപ്ലിമെൻറ്റും കൂടെ ആയിട്ട് കൂട്ടുകയാണ്. പക്ഷേ 2 പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് മോശമായി തോന്നിയില്ല. ഇപ്പോൾ ചിന്മയുടെ പാട്ട് നമ്മൾ പാടിയപ്പോഴും അത് നമുക്ക് ഓക്കെ ആയിട്ട് തന്നെ തോന്നി. സൈനോർ ചേച്ചിയുടെ പാടിയപ്പോഴും അത് ഓക്കെ ആയി തോന്നി. 2 പേരെയും നമ്മൾ പറയിപ്പിച്ചിട്ടൊന്നുമില്ല. അത് ഓക്കെ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനോർ ചേച്ചി വന്നിട്ട് കമന്റ് ഇട്ടു. ഞാൻ കണ്ടിരുന്നു. അത് കമന്റ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, അപ്രിസിയേഷൻ അറിയിച്ചു. ഈവൻ എനിക്ക് അതിൻ്റെ തുടക്കത്തിലും ലാസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരു വേറെ ലാംഗ്വേജ്, അത് ഐ തിങ്ക് അത് അറബിയോ ഫിലിപ്പീൻസ് ഏതോ ഭാഷ, എനിക്ക് കറക്റ്റ് ഇപ്പോഴും അറിയില്ല ഏതോ ഭാഷ എന്ന്. അതിൻ്റെ ലിറിക്സ് എനിക്ക് മറ്റേ പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ലിറിക്സ് ഇതാണ് എൻ്റെ ലിറിക്സ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ഞാൻ പാടുന്ന ലിറിക്സ് കറക്റ്റ് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല എന്നെനിക്ക് ഇപ്പോൾ ഇതാണ് ലിറിക്സ് എന്ന് പറഞ്ഞിട്ട് ആളത് പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ക്ലിപ്പ് വരെ അയച്ചു. ആണോ? ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? അതായത് ഒരു സൈനോർ ചേച്ചിയുടെ ജനുവരി എന്നുള്ള പാട്ട് പാടുന്നു, അപ്പൊ അതിന് കുറച്ച് കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി അത് കറക്റ്റ് ചെയ്തിട്ട് വോയിസ് അയച്ചു കൊടുത്തു മുസ്തഫയ്ക്ക്. ആ വോയിസ് നമുക്ക് കേൾക്കാം. ഇതാണ്. ഞാൻ ആ ലിറിക്സ് ആളൊരു സ്റ്റോറി ഇട്ടിരുന്നു. ഇപ്പോൾ എവിടെയോ ഷോ ചെയ്യുന്നതിൻ്റെ ആൾ കൂടുള്ള സിംഗേഴ്സിന് ആ ലിറിക്സ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ പാടിയ ലിറിക്സും ഇതുപോലെ തെറ്റാണോ എന്നൊക്കെ ഡൗട്ട് ഇടാനൊക്കെ ആ ലിറിക്സ് അങ്ങനെ നമുക്ക് നോക്കാം. റബു സദായി ഫിഗാര ജായി ഫി ഐന നി ഐന അറൽ ഹയാത്തി ആതി ഇലായ് കമിനാസൽ ഗൗനി അർജു കലാബി ലബീനിദായി വിജയ് ബെറീൻ ഹസ ബെറൂട്ട് ഫ്യൂദോസ്തലൊർത്തസ് തപ്പോലസ്തോൾ Fyrstolortestapolestor. Incontain oho sasir kammoleske tenyesto. അതാണ് ആ ലാസ്റ്റത്തെ ഭാഗം. അതുപോലെ ഫസ്റ്റ് ഒരു ഓ 25 അതാണ്. Ayer kunusi un suelo sincio un hombre sin suelo un santon presión y una canción triste sin dueño. ഇതാണ് അതല്ലേ? സൈനോർ ചേച്ചി സോറി ഇട്ടു. ഞാനിപ്പോൾ ഇവർക്ക് പാടിക്കൊടുത്തതിലും ആ ലിറിക്സ് അവിടെ ഇവിടെയും തെറ്റി പോയിട്ടുണ്ട്. കാരണം നമുക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് പാടുവാൻ കറക്റ്റില്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് കേൾപ്പിച്ചത് എന്നോട് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പാട്ട് പാടുന്നു. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിരുന്നു ആ ലിറിക്സ് ഒന്ന് തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോഴും എനിക്കത് അയച്ചു കൊടുക്കാനില്ല. ഈ വീഡിയോ കാണാൻ സമയത്ത് നിങ്ങൾക്കും അത് ഉപകാരപ്പെടുന്നു വിചാരിക്കും. കാരണം പാടിയ ആൾ തന്നെ അത് പാടി തന്നെ. ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു ഡ്യൂവറ്റ് ആയിട്ട് മലർകൾ ആ ഒരു പാട്ടല്ലേ, മലരെ മൗനമാ, അതൊന്ന് പാടാം. ട്രൈ ചെയ്യാം.
അതൊന്ന് പാടാവോ? ഓക്കെ പാടാം. മലരേ മൗനമാ മൗനമേ വേദമാ மலர்கள் பேசுமா பேசினால் ஓயுமா அன்பே மலரே மௌனமா மௌனமே வேதமா மலர்கள் பேசுமா பேசினால் ஓயுமா அன்பே மலரே. സൂപ്പർ. എവിടെയാ ഈ വെച്ചേ? വിഴുങ്ങിയത് എവിടെയാ? എവിടെയാ പിള്ളയായി? ഇത് കമന്റിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നത് കിട്ടും. ഇല്ല, വാങ്ങിയിട്ടില്ല. കേൾക്കുന്നല്ലേ? അയ്യോ, ശരിക്കും നിങ്ങളൊക്കെ ശരിക്കും ഇപ്പൊ ഒരു ഗാനമേളക്ക് വിളിച്ചാ കുറെ സുഖ, അതായത് ഒരു ഫീമെയിലിന് കൊടുക്കുന്ന പൈസ കൂടി നമുക്ക് ലാഭിക്കാം അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ആള് ഒരു ഓഫറൊക്കെ വന്നിട്ടുണ്ടോ? അതായത് ഒരു ഫീമെയിൽ വേർഷൻ ഒന്ന് പാടിത്തരാൻ വരുമോ, അങ്ങനെ എന്തെങ്കിലും? ഇത് പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള മെയിൽ സിംഗേഴ്സ് പറയും അതിന്റെ ഫീമെയിൽ പോർഷൻ നീ പഠിക്കും, ഏതെങ്കിലും ഡ്യൂറ്റ് സോങ്ങിന് അതിന്റെ ഫീമെയിൽ പോർഷൻ പഠിക്കും. അപ്പോൾ അത് അതിന്റെ എക്സാക്ട് ഫീമെയിൽ ടോണേ ആയിരിക്കും ഒരു പാടില്ല. പക്ഷേ ഞാൻ ഫീൽ കൊടുത്തിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒന്നാന കുന്നിന്മേലെ ആ പാടുമ്പോൾ അതിന്റെ ഫീമെയിൽ ഇബിലീസ് കാണാപ്പൂവും മക്കേലെ മുത്തും തന്ന കൂടെ ഞാൻ പോരാമേ വീഴുന്നോനെ, അങ്ങനെ മോഡുലേറ്റ് ചെയ്ത് പാടും. അതിന്റെ എക്സാക്ട് ഫീമെയിൽ ടോൺ കിട്ടാത്തതുകൊണ്ട് അത് ആ ഒരു ഫീമെയിൽ ഇത് കൊടുത്തിട്ട് പാടും, എന്താ പറയുന്നത്, എക്സ്പ്രഷൻ കൊടുത്തിട്ട് പാടും. അങ്ങനെ പാടും, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ നമുക്കൊരു കോള് വരും, അതായത് ഒരു ഫീമെയിൽ പോർഷൻ കുറച്ച് പാടാനുണ്ട്, ഫീമെയിലിന് കിട്ടാൻ ഇപ്പൊ അവൈലബിൾ അല്ല, അങ്ങനെയൊക്കെ വിളിച്ചിട്ട്, അതേപോലെ ഗാനമേളയ്ക്ക് പോകുമ്പോ നിങ്ങൾ തന്നെ വന്നാൽ മതി, രണ്ടും നിങ്ങൾ തന്നെ പാടിയാൽ മതി, അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ മറ്റേ ഈ പാട്ട് ഇങ്ങനെ ആയതിനു ശേഷം അങ്ങനത്തെ കോണ്ടാക്റ്റുകൾ വരികയാണെങ്കിൽ ഷുവറായിട്ടും ഞാനത് ട്രൈ ചെയ്യും. കാരണം അതാണ് എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതെന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ചെയ്യിപ്പിക്കും അല്ലേ? എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് ഈ അതായത് പോസിറ്റീവ് കമന്റ്സ് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഈ AI എന്ന് പറഞ്ഞിട്ടാണ്. AI-യുടെ വേഷനാണോ നിങ്ങൾ, അല്ലേ? ഇത്രയും കാലം എവിടെയായിരുന്നു, അല്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പോസിറ്റീവ് കമന്റ്സ് എന്താ? ഏറ്റവും കൂടുതൽ എനിക്ക് പോസിറ്റീവായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓ ജനുവരിന്റെ കേസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്. എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത് മുത്തമഴയിലായിരുന്നു. കാരണം അത്രയും സിനിമയിൽ ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ ഈ സനോജ ചേച്ചീൻ്റെ പാട്ട് പാടിയിട്ടതിന് ശേഷം എനിക്ക് അതിൽ വന്ന മോസ്റ്റ് ഓഫ് ദി കമൻസും ഇതിൻ്റെ മെയിൽ വേർഷൻ കേട്ടിട്ടേ ഇല്ല. എനിക്ക് അറിയില്ല കേട്ടോ, മുന്നാരും പാടിയിട്ടിരിക്കണോ മെയിൽ സിംഗേഴ്സ് ഇട്ടിക്കണോ എന്ന് എനിക്കറിയില്ല. അപ്പം ആ കമൻറ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയത്. കൂടെ തന്നെ സനോജ ചേച്ചി പാടി അതേ ഫീൽ കിട്ടിയെന്നുണ്ട് കുറേ കമൻസ്. അതോ ഞാൻ അതൊന്നും പറയണല്ലോ കേട്ടോ, കമന്റ് ബോക്സൊക്കെ കാണാം, വന്നിരുന്നിട്ട് തള്ളി വിടുകയാണെന്നൊന്നും പറയാനുണ്ട്. അപ്പൊ ആ കമന്റ്സ് വെക്കുമ്പോൾ എൻ്റെ താത്ത, അതായത് എൻ്റെ മൂത്ത താത്ത എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, മറ്റേ ഒരു കമന്റ് വന്നിട്ട് ആ കമന്റ് താത്ത പറയുമ്പോൾ ഞാൻ കാണണേ, ഞാൻ വർക്കിൻ്റെ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതായത് തൊണ്ടയിലിരിക്കുന്ന സൈനോർ ചേച്ചിനെ ഇറക്കി വിടടാ കമന്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് ഒറിജിനൽ പാടിയ സിംഗേഴ്സിനോട് നീതി പുലർത്തിയല്ലോ എന്നുള്ളൊരു ഫീൽ വരുമ്പോൾ, നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഞാൻ ഇംപ്രോവൈസ് ചെയ്ത് പാടിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ മോഡുലേറ്റ് ചെയ്ത കാര്യങ്ങളോ ആ ഒറിജിനൽ പാട്ടിനെ ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാടിയ സിംഗേഴ്സിനെ അത് ബാധിക്കും. അപ്പം അതില്ലാത്ത ഒരവസ്ഥയിലുള്ള കമൻസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഇതുവരെ എനിക്കറിയില്ല, നെഗറ്റീവ് കമൻസ് ഒക്കെ വളരെ കുറവാണ്, പോസിറ്റീവ് കമൻസ് ആണ് കൂടുതലും കിട്ടിയത്. ഞാൻ ഈ ഫീമെയിൽ ടോണിൽ പാടുന്നത് കേട്ടിട്ട് എല്ലാവരും അത്രയും എങ്ങനെയെന്നുള്ള ഇതിലാണ് എന്നോട് ചോദിച്ചത്. അതെ, കൂടുതലായിട്ട് നോക്കുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്നാലും ഉണ്ടാവുമല്ലോ 1-2 നെഗറ്റീവ് കമന്റ്സ് ഒക്കെ. ആ നെഗറ്റീവ് കമന്റ്സ് എന്താ വരുന്നത്? അത് ഇന്നലെയാണ് ഞാൻ കാണുന്നത്. അത് രണ്ടും മുത്തുമഴയ്ക്കാണ് വന്നത്. ഓ ജനുവരിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ്സ് വന്നില്ല. മുത്തുമഴയിൽ വന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിയോ ഫേക്കാണ്, ഞാനതിന് ലിപ്സിങ് ചെയ്യുകയാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, കവർ ചെയ്തിടുന്ന എല്ലാവരും ലൈവായിട്ട് ഇരുന്ന് പാടുന്ന വീഡിയോസ് അല്ലാത്ത റീൽസിൽ എല്ലാ സിംഗേഴ്സും
ഓഡിയോ ഒന്നെങ്കിൽ സ്റ്റുഡിയോ റെക്കോർഡ് അല്ലെങ്കിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത സാധനത്തിന് ലിപ്സിങ്ക് തന്നെയാണ് ചെയ്യുക. അത് അപ്പോഴേ വീഡിയോ നമുക്കിപ്പോൾ, കാരണം നമ്മളിപ്പോൾ പാടി റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ മുത്തുമഴ ഞാൻ അങ്ങനെ പാടി റെക്കോർഡ് ചെയ്തതിന് ശേഷം ലിപ്സിങ്ക് ചെയ്ത സാധനമാണ്. പക്ഷേ ആ പാട്ട് ഇറങ്ങിയ സമയത്താണ്, ആ ഓഡിയോ ലോഞ്ചിൻ്റെ വീഡിയോ ഇറങ്ങിയ സമയത്താണ് ആ പാട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ആ സ്പോട്ടിൽ ഞാൻ അത്രയും മണിക്കൂർ കഷ്ടപ്പെട്ട് നിന്നിട്ട് പഠിച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ലിറിക്സ് അറിയില്ല. അപ്പോൾ ഞാൻ ലിറിക്സ് നോക്കിയാണ് അതിൽ പാടണം. അപ്പോൾ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു ആ ഓഡിയോ ഫേക്കാണ്, അവനതിൽ പാടുന്നിടത്ത് പത്തി എരിയാതോ എന്നാണ് ലിറിക്ക് ആക്ച്വലി. പക്ഷെ ഞാനത് പാടുന്നത് കത്തി എരിയാതോ എന്നാണ്. അപ്പോൾ കറക്റ്റ് ലിപ്പ് കാണാൻ കത്തി എരിയാതോ പാടുന്നത്. അപ്പോൾ അത് ഫേക്കാണ്. അത് വേറെ ആൾ പാടിയതിന് ലിപ്സിങ് ചെയ്യാണ്, ഇത് തെറ്റിയിട്ടാണ് പാടുന്നത്. അപ്പം ഞാൻ ആൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, അത് ലിറിക്സ് ഞാൻ നോക്കി പാടുന്നത് നിങ്ങൾക്ക് അതിൽ തന്നെ കാണാം, തലയടക്ക് മാറ്റുന്നത് കാണാം. അതുകൊണ്ട് എനിക്ക് ആ ലിറിക്ക് മൈൻഡ് കയറാത്തതുകൊണ്ട് ലിറിക്സ് തെറ്റിയിട്ട് തന്നെ. അവിടെ മാത്രമല്ല പാട്ടിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അതിനകത്ത്, അത് കണ്ടാലും മനസ്സിലാവും. അതിനും പല ഭാഗത്തും ഇതാവത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തെ സ്വരങ്ങൾ കഴിഞ്ഞിട്ടുള്ള പോർഷൻ കയറുമ്പോൾ അടുക്ക് കയറുമ്പോൾ ഒറ്റയടിക്ക് പാടാൻ കഴിയില്ല, അവിടെ ശ്വാസം ബ്രേക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ അവിടെ ഞാൻ ലിപ്പ് സിങ്കേ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ വന്ന ഒരു കമൻറ്റ്, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇപ്പോൾ ഒരു ആണ് പെണ്ണിൻ്റെ സൗണ്ടിൽ പാടേണ്ട ആവശ്യം, അതിനൊരു ആവശ്യകത ഇല്ലല്ലോ, അതങ്ങനെ കുറേ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. അപ്പം അത് ഞാൻ പറഞ്ഞു, ഞാനത് എനിക്കതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ അത് കണ്ടിട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. അതും പോരാത്തതിന് ഫീമെയിൽ വോയിസ് എന്നുള്ളതിന് ഉപരി ഞാനത് മെയിൽ മറ്റേ വോക്കലിന് കിട്ടുന്ന ഒരു ഹൈ നോട്ടും കൂടെയാണത്. അപ്പോൾ അങ്ങനെയാണ് പാടാൻ ഞാൻ താങ്ക് യു കണ്ടു. ഓക്കെ, ഇപ്പൊ മുസ്തഫ പാടുന്ന, അതായത് ഇപ്പൊ ഫീമെയിൽ വോയിസും പാടുന്നുണ്ട്, മെയിൽ വോയിസും പാടുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും വ്യത്യസ്തമായി തോന്നി എന്താന്ന് വെച്ചാൽ, എടുക്കുന്ന ഫീമെയിൽ വോയിസ് ഒക്കെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് അല്ല, കുറച്ച് എന്താ പറയാ, ചിലരുടെ വോയിസ് കുറച്ച് ഒരു മോഡുലേഷനിൽ വരുന്നത് ഉണ്ടല്ലോ, ഒരു കട്ടിയുള്ള വോയിസ്. എനിക്ക് അതിന്റെ പേര് കറക്റ്റ് പറയാൻ എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വോയിസ് ആണ്. ഇപ്പൊ ചിന്മയി, അവിടെയൊക്കെ വോയിസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അധികം ചൂസ് ചെയ്യുന്നത്. അതെന്താ അങ്ങനെ എടുക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പാടുന്ന ബാക്കിയുള്ള പാട്ടുകൾക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല ഞാൻ പറയണത്, പക്ഷെ ആ പാട്ടുകൾക്ക് ഒരു പ്രത്യേക തരം ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫീമെയിൽ സോങ്സ് പറയുമ്പോൾ തന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഫീമെയിൽ സോങ്സ് എടുത്ത് പാടരുത്, നീ ഒരു മെയിൽ സിംഗറാണ്. ഞാൻ മെയിൽ സിംഗറാണ്, പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ റിയാലിറ്റി ഷോസിലായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ ഫീമെയിൽ സിംഗേഴ്സ്. ഇപ്പോൾ ദേവസഭാതനം എന്ന് പറഞ്ഞിട്ടുള്ള യേശുദാസ് പാടിയിട്ടുള്ള പാട്ട് മറ്റേ മാളവിക അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിംഗർ ഗന്ധർവ സംഗീതത്തിൽ പാടിയിട്ട് ടൈറ്റിൽ വിന്നറാണ്. അപ്പോൾ മെയിൽ ഫീമെയിൽ എന്നൊരു സാധനം ഇങ്ങനെ സിംഗിങ്ങിലും കൊണ്ടുവരരുത് എന്നുള്ളൊരു സാധനം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ. അപ്പോൾ ഈ ടൈപ്പ് സാധനങ്ങൾക്ക് എസ്പെഷ്യലി, അതായത് ഐറ്റം സോങ്സ് ഉണ്ടാവില്ല, ഐറ്റം ഡാൻസ് സോങ്സ് ഉണ്ടാവില്ലേ, അതേപോലത്തെ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് സ്വയം തോന്നുമല്ലോ ഏത് ടൈപ്പ് ഓഫ് ഫീമെയിൽ വോക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കി നോക്കിയപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വോക്കലാണ് എനിക്ക് കൂടുതൽ ചെയ്യുന്നത്. മേ ബി ബിക്കോസ് ഓഫ് ഞാനൊരു മെയിൽ ആയതുകൊണ്ടാവാം അങ്ങനത്തെ ടോണ് അതായത് അങ്ങനത്തെ പാട്ടുകൾക്കൊരു പൊടിക്ക് മെയിൽ സാധനം കൂടി ഉണ്ടാവുമല്ലോ, അതൊരു അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ ആദ്യം പഠിച്ച പാട്ട് ഇതേപോലെ തന്നെ ചിന്മയാണ് അതിൻ്റെ തമിഴ് വേർഷൻ പാടിയേക്കണേ, മയ്യ മയ്യ പാടിക്കോളൂ. അതങ്ങനെ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. நான் சீனியில் செய்த கடல், நான் சீனியில் செய்த கடல், வெள்ளை தங்கத்தில் சேர்த்த உடல், வெள்ளை தங்கத்தில் சேர்த்த உடல், ஆகாசமே வேலை मंदिर से प्यास एक सोड़ा रात का एक कौड़ी चांद की, चाहे तो चूम ले ये तू कौड़ी चांद की, ना मुत्तम तिंपवल इदु मुरटुप्पू इवल, ना दिनमुम तोर्पवल अंद आड़ै संडयो, एक चांद की कश्ती में चल पार उतरना है, तू हल्के हल्के के ना डरिया ना चल के,
मैया मैया गुलाबी तारे चुल्ले सारे चुन मैया मैया कि जिस्म की पर्दों में दर्दों के मारे चुल्ले मैया मैया गुलाबी तारे चुल्ले सारे चुन मैया मैया कि जिस्म की पर्दों के दर्दों के मारे चुल्ले എല്ലാം നമുക്ക് മനസ്സിലാവാത്ത, അതായത് എനിക്ക് പേഴ്സണലി ഇത് ആക്ച്വലി ഹിന്ദി പാട്ടാണ്. ഹിന്ദി പാട്ടാണല്ലേ? ഇതേപോലെ മനസ്സിലാവാത്തൊരു ഇതിന്റെ ലാസ്റ്റ് ഇത് ഞാൻ പഠിക്കാനുള്ള കാരണം ഇതിന്റെ ഹമ്മിങ് പാടിയില്ലേ, അതും ഇതിന്റെ ലാസ്റ്റ് എന്റെ പോർഷനിൽ AR റഹ്മാൻ പാടിയ ഒരു ഭാഗമുണ്ട്, കുറച്ച് സ്പീഡുള്ള ഒരു ഭാഗം. അത് കേട്ടിട്ടാണ് എനിക്ക് ഈ പാട്ട് പഠിക്കാൻ അത്രയും. അല്ല, ഈ പാട്ട് ശരിക്കും നല്ല ഇതായിരിക്കും കേട്ടോ. ഞാൻ അധികം ഇങ്ങനെ ഹിന്ദി സോങ്സ് ഒന്നും കേൾക്കാറില്ല, പക്ഷെ ഭയങ്കര ടഫ് സോങ്സ് ആണ് അധികം സെലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഭാഗം ഞാൻ ഒന്ന് പാടി കേട്ടു. അത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുമായിരിക്കും. ഇല്ല, അത് മനസ്സിലാവും, അതിന്റെ ഭാഷയാണ് കുഴപ്പം. വലിദാ അര വലിട വലിട മര വലിട വലിട മര അര വലിട വലിട മര വലിട വലിട വലി झरमर झरमर बरसे में हुलो मैया मैया यवला यवला झरमर झरमर बरसे में हुलो मैया मैया हे जी रहे जी रहे जी रहे जी रहे जी रहे ए जी रहे जी रहे जी रे जी रहे जी रहे हे जी रहे हे जी रे जी रे जी 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 जी रे जी जी रे 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 झरमर बरसे में हुलो झरमर बरसे में हुलो झरमर बरसे में हुलो झरमर बरसे में हुलो वालिदा my maya oh 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 my maya 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 ale 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 maya maya ale 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 നിങ്ങൾക്ക് സൂപ്പർ. ഈ സൗബിൻ ചോദിക്കുന്ന പോലെ ഈ സിംഗിൾ സ്റ്റെപ്പിനോട് ചോദിക്കുന്നല്ലോ, സിമ്പിൾ സ്റ്റെപ്പ് ഇഷ്ടമല്ലേ എന്ന്, അതേപോലെ ഈ സിമ്പിൾ സോങ്സ് ഇഷ്ടമല്ലേ? ഇത്ര ടഫ് സോങ്സ് മാത്രം തിരഞ്ഞെടുക്കുള്ളൂ? ഇഷ്ടമാണ്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള പാട്ട് പഠിക്കാൻ. പക്ഷെ എന്തുകൊണ്ട് പാട്ട് പഠിച്ചില്ല? ഒന്നുമില്ല, സാഹചര്യങ്ങൾ അത്രേ ഉള്ളൂ. സാഹചര്യങ്ങൾ കൊണ്ട്. ഫിനാൻഷ്യലി പ്രോബ്ലം ആണോ? ഫിനാൻഷ്യൽ പ്രോബ്ലം മാത്രമല്ല, എസ്പെഷ്യലി പാട്ട് പാടിക്കഴിഞ്ഞ് മീൻസ് പാട്ട് പാടിയിട്ട് എന്താവാനാ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പക്ഷെ ഫാമിലി നല്ല സപ്പോർട്ട് കേട്ടോ, വേറെ കാര്യം. ഇപ്പോൾ ഞാനിപ്പോൾ അതാ പറഞ്ഞത്, ഇപ്പം ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇരട്ടി മധുരമുള്ള സമയം കൂടിയാണ്. ഞാൻ നിങ്ങൾ ചോദ്യത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയപ്പോൾ ഞാൻ പറയാം കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ തലവര മാറിയൊരു സമയം എന്നുള്ളത് പറയുകയാണ് ഞാനപ്പോൾ. അതിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻ്റ് ഉണ്ട്. എൻ്റെ രണ്ടാമത്തെ താത്ത ഇപ്പോൾ മൂന്നാമതൊരു പ്രസവം കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ ഇരിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആൾ പ്രസവിച്ചിട്ടുള്ളൂ. ആൻഡ് എൻ്റെ വീട്ടിലേക്ക് 6 പെൺമക്കൾക്ക് ശേഷം ഒരാൺകുട്ടി എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ അവൻ്റെ ഗോഡ് ഫാദർ ആണ്. കാരണം എൻ്റെ ഇത്രയും നല്ല ഇന്നത്തെ ഈ ദിവസം തന്നെ അത് ഉണ്ടായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പാട്ട് പഠിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ കുറേ ശ്രമിച്ചിട്ടുണ്ട് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം കൊണ്ടാക്കി ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞാൽ കൊണ്ടാക്കിയത്. പക്ഷേ അതെനിക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതായത് അതിൽ ജണ്ടപരിശകൾ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അതിൻ്റെ ഒക്കെ തൊട്ട് മുന്നേ വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇതൊക്കെ കേട്ടിട്ടാണ് ജണ്ടപരിശ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പഠിക്കാൻ നോക്കിയത്. നമ്മളിപ്പോ ഒരു സെഗ്മെന്റ് ചെയ്യാൻ പോവാണ്. കാര്യം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ ഫ്രണ്ട് ഉണ്ട്, പ്രണവ് അല്ലേ, ഏറ്റവും വലിയ കോഴി ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ പ്രണവിനെയാണ് സെലക്ട് ചെയ്തത്. പ്രണവ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഈ പ്രണവ് പുള്ളിക്കാരിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. എത്രമാത്രം വർക്ക്ഔട്ട് ആവുന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്യാമറാമാന്റെ ഫോണിനാട്ടോ വിളിക്കുന്നത്. നീ തിരിച്ച് അവനെ വിളിക്കുമോ എന്നുള്ളത് അറിയില്ല. ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഇതാരായിരുന്നു? എന്താ? ഇതാരാ? 2-3 ദിവസമായിട്ട് എൻ്റെ ഫോണിലോട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത്? എൻ്റെ ഫോണിലോട്ട് നിങ്ങൾ കോൾ ലോഗ് എടുത്ത് നോക്കൂ. സോറി, കോൾ ലോഗ് ഡിലീറ്റഡാ. ആരാന്ന് പറ. അതന്നെയാണ് ഞാൻ നിങ്ങളോടും ചോദിക്കണേ. എത്ര ദിവസമായി? 2 ദിവസത്തിനപ്പുറം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാരായിട്ട് നിനക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. മാരീഡാ? പിന്നെ മാരീഡ് ആവേണ്ട ഹസ്ബൻഡ് ഉണ്ടാവുമോ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. അതെ, അല്ല എന്റെ പറയൂ. എനിക്കൊന്ന് ഫോൺ തന്നെ. ഞാൻ നോക്കൂ, ഇപ്പം തന്നെ ആകെ പ്രശ്നമായിട്ടുള്ളത് വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ വരെ ചോദിച്ചു തുടങ്ങി. എന്ത്? ഇപ്പം തന്നെ ഞാനിത് ആകെ പ്രശ്നമായതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വന്നിരിക്കുക. അവളെയും കൂടി ഞാൻ വേറെ ആരും ഞാൻ അവൾക്ക് കൊടുക്കും. നീ അവളോട് സംസാരിക്കുന്നേ. ഹലോ, ഹലോ. തനിക്ക് എന്തിന്റെ കേടാടോ? താൻ എന്തിനാ ഇങ്ങനെ ഡെയിലി വിളിക്കുന്നതിലേക്ക്? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ വിളിക്കാണ്ട് എങ്ങനെ ഞങ്ങക്ക് നമ്പർ കിട്ടുക? എന്തിന്റെ സൂക്കേടാ മോനെ? വിളിച്ചതിന് തെളിവുണ്ടോ? തെളിവ് എന്താ? ഞങ്ങക്ക് നിന്റെ നമ്പർ പിന്നെ എവിടെ നിന്ന് കിട്ടാനാ? ഇതൊക്കെ അവളുടെ ഹസ്ബൻഡ് അറിഞ്ഞാ വലിയ പ്രശ്നമാവും. ഞാൻ നിന്നോട് പറഞ്ഞു തന്നേക്കാം. ഹസ്ബൻഡ് അറിഞ്ഞ പ്രശ്നമായിട്ട് ഞാൻ വിളിച്ചതിന്റെ കോൾ ലോഗ് ഞാൻ വിളിച്ച് അതൊക്കെ ഞങ്ങളേലുണ്ട്. അതൊക്കെ നിന്റെ കയ്യിലില്ലേടി? അവളേലുണ്ട്. അവള് കൊടുക്കും. നീ അവരടുത്ത് പറഞ്ഞേ അവന് എന്തിന്റെ സൂക്കേടായെന്ന്. നോക്ക്, ഉറപ്പാ നീ ഇത് ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. കംപ്ലൈന്റ് ചെയ്തോ? ഉറപ്പല്ലേ? ഉറപ്പ്. പ്രണവ് തെളിവുണ്ടല്ലോ. ഞാൻ വിളിച്ചിട്ടില്ല. നിന്റെ അടുത്ത് എന്ത് തെളിവുണ്ടെന്നാണ് പറയുന്നത്? എന്നെ വിളിച്ചതോ? അതന്നെയാണ് എൻ്റെ അടുത്തുള്ള തെളിവ്. എന്റെ ഫോണിൽ നിന്ന് കോള് പോയാലല്ലേ ആവുള്ളൂ. പിന്നെ എൻ്റെ വായു വഴി വന്നാണോ? അല്ലല്ലോ. നോക്ക്, ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. എത്രയോ കാലം കാത്തിരുന്നിട്ടാണ് ഞാൻ ഈ കല്യാണം. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നോക്കൂ, എത്രയോ കാലത്തിന് ശേഷം ഉണ്ടായ ഒരു ദാമ്പത്യ ജീവിതം. അത് ദയവ് ഇത് നിങ്ങൾ തകർക്കരുത്. ഞങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിച്ച് പറയുകയാണ്. ചേച്ചി ഒന്നും പറയുന്നില്ലേ ചേച്ചി? ഹലോ, നിനക്കെന്താടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ ചെയ്യണേ. നോക്ക്, നീ കാര്യം ആകെ പ്രശ്നമായിട്ടുള്ളത്. ഇനി ഉറപ്പാണ് നീ ഇതെങ്ങാനും വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ ഇവളും കൂടെ പോയിട്ട് അത് ഉറപ്പായിട്ട് ഇന്ന് എനിക്ക് കേസ് ഫയൽ ചെയ്യും. അല്ലെങ്കിൽ നീ നേരിട്ട് വാ. അതെ, താങ്കൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, പക്ഷെ താൻ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിലവിലില്ല. ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ഡൗട്ടാണ് നിങ്ങൾ പോയി കേസ് കൊടുക്കുക. ഞാൻ ഒന്ന് ഹാജരാം. എന്റെ ഉണ്ടല്ലോ, എന്റെ ഫോൺ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം, ഹാൻഡിൽ ചെയ്യാം. വിളിച്ചതിന് തെളിവ് റെക്കോർഡ്സ് നിർത്താൻ ഇനി ഒന്നും വേണ്ട. എന്റെ കൂടെ ഉള്ള ഒരുത്തരുണ്ട്, ആള് സൈബർ സെക്യൂരിറ്റിയിലുള്ള. ഞാൻ അവനെ കൊണ്ട് എന്നെ ഫുൾ ഡീറ്റെയിൽസ് വേണ്ട. അതെ, അത്രക്ക് ഓവർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് മാത്രമല്ല സൈബർ സെക്യൂരിറ്റി, ഇവിടെ എല്ലാവർക്കും ഉള്ളതാ. പ്രണവേ, ഹലോ. ഹലോ പ്രണവേ. ഹലോ. ഹലോ. ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ പ്രണവിന്റെ. ആണോ പ്രണവ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ടോ ലേഡീസോ ഗേൾസോ ഒക്കെ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊന്ന് വിളിപ്പിച്ചത് ആരും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. ആള് ചെറുതായിട്ടൊന്ന് മെയിലാണ്, വോയിസ് മാത്രമേ ഉള്ളൂ ഫീമെയിലിന്റെ. ഞാൻ കൊടുക്കാം ആളുടെ കയ്യിലെന്റെ. എടാ ഞാനാടാ എന്നെ വിളിക്കുന്ന പേരാട്ടോ. അത് എന്തോന്നടാ? അയ്യോ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറ. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത് അവിടെ വന്നേനെ. എന്നാ പിന്നെ ആർക്കും കൂടി ഇന്റർവ്യൂ ഇരിക്കായിരുന്നു. അത് ഇവരൊരു സെഗ്മെന്റ് വന്നതാ. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. എനിവേ താങ്ക്സ്. ഓക്കെ.